ഗൈസ് ഇത് സെക്കൻഡ് പാർട്ടാണ്. മുമ്പ് കണ്ട എൻ്റെ വീഡിയോ ഉണ്ട്. ഞങ്ങൾ കുടുംബം എല്ലാം കൂടെ എന്റെ കുഞ്ഞങ്ങ് കീഴടങ്ങിയിരിക്കുക. എന്തോ കീഴടങ്ങാനാണ് പറഞ്ഞായിരുന്നോ അവൻ? അപ്പോഴത്തെ അവന് മനസ്സിലായി അവൻ തെറ്റാണ്, അവൻ അറിയാം. അതങ്ങനെ ഇരിക്കുന്നേ. നീ സത്യം പറഞ്ഞ ഈ അമ്മ ഒരാണിങ്ങനെ അച്ഛാ സത്യം പറയാലോ, എനിക്ക് ഇതിനകത്ത് ഒന്നും പറയാനില്ല. എനിക്കൊന്നും പറയാനില്ല. ഈ ചെറുക്കനെ നശിപ്പിച്ചത് ഇവർ രണ്ടുപേരുവാ. ഞാൻ അതുപോലെ വൃത്തിക്ക് നന്നായിട്ട് വളർത്തി വെച്ചൊരു ചെറുക്കനായിരുന്നു. നശിപ്പിച്ച് എന്തിനാണ് ചൂഷ് കൊടുക്കുന്നത് നീ? എന്റെ അമ്മ കഴിവെന്ന് പറയാം. അമ്മേ എന്റെ അമ്മയോടൊക്കെ അമ്മ മാറിക്കേ ഇങ്ങോട്ട്. എന്ത് അമ്മ എന്ത് പറയുന്നേ? വന്ന് എന്നെ ഇങ്ങനെ വളർത്തിട്ടുണ്ടോ പറ? ഞാൻ എന്തെങ്കിലും തെറ്റ് കാണിച്ചു കഴിഞ്ഞാ എനിക്ക് ഈ കൺസിഡറേഷൻ കിട്ടിയിട്ടില്ലല്ലോ. എനിക്ക് ആൾക്കാരെന്തോ വിചാരിക്കും അമ്മയുണ്ട്. സത്യം പറയാലോ, നീ വന്നതോടെ നീ ചെയ്താൽ ശരിയാണോ? ഇവിടെ ഇങ്ങോട്ട് പറഞ്ഞേ ഇങ്ങോട്ട്. അമ്മയടങ്ങിരുന്നേ. മിക്ക ഞാൻ അടിക്കാൻ പോവും. പാടിക്കരുത്. ഇപ്പം സബ്സ്ക്രൈബേഴ്സ് പറയും പിടിച്ച് എനിക്ക് തരാൻ പറയും. എനിക്കറിയാം നിങ്ങളെല്ലാവരും എനിക്കെതിരാന്നുള്ള കാര്യം. ഇവിടെ ചെന്നാലും എൻ്റെ പൊന്നിവാടി, അമ്മയുടെ താക്കട് പൊന്നിവാടി. ഇത്ര എൻ്റെ കുഞ്ഞിൻ്റെ മൂക്കൊക്കെ അങ്ങ് വിയർത്ത് നീ വഴക്ക് പറഞ്ഞതാ കണ്ടോ? അവൻ അറിയാം അവൻ ചെയ്തത്. കൈ സത്യം പറയാമല്ലോ, ഞാൻ ഇവനെ നല്ല രീതിക്ക് പറഞ്ഞ എന്തെങ്കിലും തെറ്റ് കാണിച്ചു കഴിഞ്ഞാൽ ഞാൻ വഴക്ക് പറയുകയും. കാരണം ഇവൻ അകത്ത് കയറിയിട്ട് പൂജാ റൂമിൽ കയറത്തില്ല, ടോയ്ലറ്റിൽ കയറത്തില്ല. ഭയങ്കര ആ ഒരു ചിട്ടയ്ക്ക് വളർന്ന ഒരാളാണ്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്, വേറെ ഒരു പ്രശ്നങ്ങളൊന്നും ഇല്ല. പക്ഷേ കാറിലൊക്കെ ഒരിക്കലും ഷൂസ് കൊടുക്കണം. എനിക്ക് കാറിൽ ഷൂസ് കൊടുത്തു കഴിഞ്ഞാൽ ആ വീൽ കപ്പ് തുരുമ്പിക്കും. ഒരു കാര്യം ചെയ്യും. സത്യം പറഞ്ഞ വിയർത്ത് കേട്ടോ, മൂക്ക് വിയർത്ത്. അതൊന്നും ഇഷ്ടമല്ല മിക്കിക്ക്. ചേട്ടാ അടിക്കുന്നടാ, അത് സമ്മതിക്കത്തില്ല. നിന്നെ ഇനി മിക്ക സത്യം പറയാമല്ലോ, നിന്നെ ഇനി ടാറ്റ കൊണ്ടുപോകണമെങ്കിൽ കേട്ടോ, നോക്ക്, ടാറ്റ കൊണ്ടുപോകണമെങ്കിൽ ആ ഷൂസ് എല്ലാം കഴിക്കളാ, കൊണ്ടുപോയി കഴിക്കളടാ. നല്ല നോക്ക് നിൽക്കുന്നുണ്ടോ? നോക്കുന്നുണ്ട്, ബാക്കിലോട്ട് നോക്കുന്നുണ്ട്.